എത്രയോ സിനിമ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വെടിക്കെട്ടിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഡോസ് കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ പറയാണ്ടില്ല. ഇപ്പം ഇതിനെ പറഞ്ഞാൽ അവരുടെ ജോലിയാണ്, അവരെടുത്തോട്ടെ. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മള് ഒരാൾ സിനിമ കാണുന്നു, അയാളോട് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോസിറ്റീവ് പറയാം, നെഗറ്റീവ് പറയാം. പിന്നെ ഒരു ഇത് വിഷമം ഉള്ളത് വെച്ചാൽ ഇച്ചിരി സഭ്യമായ ഭാഷ പറയാം. ഇപ്പൊ ഞാനും പണ്ട് അറിയാമെന്ന് അറിയത്തില്ല, പെണ്ണിപ്പിച്ചു വിടുന്നത്, ഞാനും പണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനല്ല, പെയ്ഡ് ആയിട്ടൊന്നും അല്ല, ഒന്നുമില്ല. ഞാൻ യൂട്യൂബിൽ അമരൻപുരത്തുടിയെ വിമർശിച്ച അമരൻപുരത്തോടെ ആരെങ്കിലും വിമർശിക്കുക അല്ല, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ലെവലിൽ താഴേക്ക് പോയിട്ടില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എനിക്കതിനെ കിട്ടിയത് അറിയാലോ. പിന്നെ നല്ല പേഴ്സണൽ വാക്കൊക്കെയാണ് ഈ പറഞ്ഞ ഒരു പ്രമുഖനായ റിവ്യൂർ ഉപയോഗിച്ചിരുന്ന വാക്കുകളൊക്കെ. നമുക്കതൊന്നും വിഷയമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേൾക്കുമ്പം നമ്മുടെ സിനിമയെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞേ ഭയങ്കര സന്തോഷം, അങ്ങനെ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകത്തില്ല. നമുക്കൊരു വിഷമം ഉണ്ടാവും, ഒരു നേരത്തേക്ക് വിഷമം ഉണ്ടാവും. പിന്നെ ബാക്കി എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ്. എന്തായാലും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അവര് ആദ്യത്തെ പടം കൊണ്ട് സേഫ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അവര് വീണ്ടും ഒരു സിനിമ ചെയ്യത്തില്ല എന്ന് പറയാം, 3 സിനിമ അവരെന്തായാലും ഏറ്റെടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് തോന്നുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ വിഷമൊക്കെ ഉണ്ട്, പോകെ ചേട്ടാ പറഞ്ഞ